സ്വർണം വിറ്റത് ആർക്കപ്പ? കോൺഗ്രസിനാണ് അയ്യപ്പ. ഞാൻ പറഞ്ഞതല്ല, കെ സുരേന്ദ്രൻ പറഞ്ഞതാണ്. പറയാൻ കാരണം ഒരു ഫോട്ടോയാണ്. താങ്കൾക്കും അറിയാം, താങ്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിന് മറുപടി പറഞ്ഞു പോവാണ്. ശരിക്കും ആർക്കാ വിറ്റേ? അത് പോറ്റിയോട് ചോദിക്കണം. പോറ്റിയോട് ചോദിക്കുക മാത്രമല്ല, ഇതറിയാവുന്ന 2-3 ആളുകൾ അകത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്മകുമാറാണെങ്കിലും വാസു ആണെങ്കിലും ഇപ്പോൾ ഒരു മെമ്പറെ കൂടി ജയിലിൽ ശിക്ഷിച്ചിട്ടുണ്ട്. ഇവർക്കറിയാം ആർക്കാണ് കൊടുത്തത്, എവിടെ കൊണ്ടുപോയി എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളുകൾ അവരാണ്. അവർക്കെതിരെ അവരെ അറിയാം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഇന്നത്തെ ഭരണകർത്താക്കൾക്കും അതിന് നല്ല അറിവുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അങ്ങ് പറഞ്ഞു വെച്ചതാണെങ്കിൽ പാലമായി പ്രവർത്തിക്കുന്ന ഒരു MP ആണ് അന്ന് കൂടിക്കാഴ്ച ഒരുക്കി കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ അങ്ങേക്ക് ലീഗൽ നോട്ടീസ് അയക്കുമെന്നാണ് ആ MP പറയുന്നത്. ഞാൻ ഇന്ന് എൻ്റെ പ്രതികരണത്തിലാണ് ഞാൻ പറഞ്ഞത്, പാലം ഒരുക്കിയ MP ആയിട്ടുള്ള ടെലിഫോൺ കോൺവെർസേഷൻ അയാൾ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി മേടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ആക്ഷേപവുമില്ല. പക്ഷേ നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പിന്നെ മീഡിയ അത് ഏറ്റെടുത്ത് മീഡിയാസ് പറഞ്ഞു പാലം നിർമ്മിച്ചത് ആര് എന്നതിനെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അവര് ആളിനെക്കുറിച്ച് പേര് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു പേരും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ അതുകൂടി അന്വേഷിക്കണ്ടേ? ഇപ്പോൾ പിന്നെ SIT ഉപയോഗിച്ച് ഞാനടക്കമുള്ള ആളുകൾ ഇപ്പോൾ പിന്നെ എൻ്റെ ചിത്രം വന്നു എന്ന് പറഞ്ഞാൽ പോറ്റിയായി നിൽക്കുന്ന ചിത്രം, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിത്രം കണ്ടുകൊണ്ടാണല്ലോ എന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് മീഡിയാസാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നുവരെ എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല, എനിക്ക് യാതൊരു അറിവുമില്ല. മീഡിയാസ് എന്നോട് പറഞ്ഞു അത് നിങ്ങളെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതല്ലാതെ എനിക്ക് വേറെ യാതൊരു അറിവും കിട്ടിയിട്ടില്ല. അപ്പം എന്നെ ചോദ്യം ചെയ്യുന്നു എങ്കിൽ അതേ രൂപത്തിൽ പടം വന്നിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അവരെയും ചോദ്യം ചെയ്യണമല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഇറങ്ങി വന്ന് ഈ പോറ്റിയും ബാക്കിയുള്ള ആളുകളും ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആംബുലൻസിൻ്റെ കീ കൊടുക്കുന്നു. അത് ആരാ? പോറ്റിയാ പിടിച്ചിരിക്കുന്നത്, വേറെ ആരുമല്ല. അപ്പം അങ്ങനെ ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ ഏറ്റുവാങ്ങുവാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായി എങ്കിൽ എന്നെ SITയുടെ മുമ്പിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നെ കൊണ്ടുപോകുന്നതോടൊപ്പം അതിന് മുമ്പ് എന്നേക്കാൾ പ്രാധാന്യമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് കൂടി SIT ചോദ്യം ചെയ്യണം. ഈ SITയെ പറ്റിയിട്ട് കുറെ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായിട്ട് പലതവണ പറഞ്ഞു, അങ്ങ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു അന്വേഷണ സംഘത്തിൽ നിന്ന് ഈ പറഞ്ഞ കാര്യം നടക്കുമോ? അല്ല, അങ്ങനെയുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി SIT എന്ന് വെച്ചാൽ പിന്നെ ഒരു ടീമിനെയാണല്ലോ വെച്ചത്. സ്പെഷ്യൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വെച്ചിരിക്കുന്ന ഒരു ടീം. അതിൽ ഇപ്പൊ 2 പേരെ കൂടി ഉൾപ്പെടുത്തണം. അത് ഉൾപ്പെടുത്താൻ അവർ തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ 2 പേര് ആര് വേണം എന്നതിനെക്കുറിച്ച് ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ പോലീസ് അസോസിയേഷൻ എന്ന് വെച്ചാൽ പോലീസിൻ്റെ CPMൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് ചുമതലക്കാരെ ഇതിനകത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നത്, ഇവിടെ ചോദ്യം ചെയ്യുന്നത്, ആരെന്തു പറഞ്ഞു എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി അറിവ്. അതുകൊണ്ടാണോ താങ്കൾക്ക് നോട്ടീസ് കിട്ടുന്നതിന്റെ മുന്നേ വാർത്ത വന്നത്? അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. എന്നോട് സത്യം പറഞ്ഞാൽ ഞാൻ ശിവഗിരിയിൽ
ഞാൻ ശിവഗിരി സമ്മേളനത്തിൽ പങ്കെടുത്തു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്നോട് ആദ്യം ചോദിക്കുന്ന ആള് മാതൃഭൂമി ന്യൂസിൽ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, എന്നെ അങ്ങനെ അറിയിച്ചിട്ടില്ല. അപ്പം ഞാനോർത്ത് ഇത് ഇങ്ങനെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുക, അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പല ആളുകൾ ഈ വാർത്തകൾ കണ്ടുകൊണ്ട് എന്നെ അങ്ങ് കൊണ്ടുപോയി എന്ന് കരുതിയാണ് ഇരുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് പോയത് പിന്നെ മോഹൻലാലിൻ്റെ അമ്മയുടെ മരണം അറിഞ്ഞുകൊണ്ട് അത് ശവസംസ്കാരം നടക്കുന്നതിന് മുമ്പേ അവിടെ പോകാൻ വേണ്ടി ഞാൻ ഭക്ഷണം പോലും അവിടെ നിന്ന് കഴിക്കാതെ നേരെ അങ്ങ് പോവുകയായിരുന്നു. പോയി അവിടെ മോഹൻലാലിൻ്റെ വീട്ടിൽ പോയി തിരികെ പോയി. അപ്പോഴും ഞാൻ ഓർത്ത് ആരെങ്കിലും വരുന്നുവെങ്കിൽ, അല്ല അന്വേഷണം നടക്കാൻ വേണ്ടി എനിക്ക് നോട്ടീസ് തരുന്നുവെങ്കിൽ അവരുടെ മുമ്പിലേക്ക് പോകാം എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അത് ഇതുവരെ എനിക്കൊരു നോട്ടീസും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് പുതിയ 2 പേരെ കൂടി വരുന്നു എന്ന് ഈ SITക്ക് അകത്ത് 2 ആളുകളെ കൂടി തിരികെ കയറ്റുന്നു. അപ്പോൾ തിരികെ കയറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ 2 ആളുകളെ കുറിച്ചുള്ള ആക്ഷേപമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ ഉന്നയിച്ചത്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് അപ്പോഴപ്പോഴും അറിയണം. അത് അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് CPM-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അതിൽ നിയന്ത്രിക്കാൻ, അതിനകത്ത് കയറ്റാൻ വേണ്ടി ശ്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അങ്ങേക്കെതിരെ വ്യക്തിപരമായി തന്നെ കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. പക്ഷെ ആ സംസാരിക്കുന്നതിനിടയിലും അദ്ദേഹം പറഞ്ഞത് CBI അന്വേഷണം വേണ്ട എന്നാണ്. CBI അന്വേഷണത്തെ ഇവര് ഭയപ്പെടുന്നത് എന്തിനാണ്? അതെന്താ മുഖ്യമന്ത്രി അങ്ങനെ ഭയപ്പെടാൻ കാര്യം എന്താ? അത് എന്തായിരിക്കും അത് ഭയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് പലരിലേക്കും ഇതെത്തിച്ചേരും. പല ആളുകൾ ഇന്നത്തെ ഭരണകർത്താക്കളായി ഇരിക്കുന്നവരും മുൻ ഭരണകർത്താക്കളായി ഇരുന്നവരുമായിട്ടുള്ള പല ആളുകളിലേക്കും ഈ സ്വർണ്ണക്കൊള്ള എത്തിച്ചേരും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം CBI അന്വേഷണം വേണ്ട. സാധാരണഗതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മീഡിയാസിന് എല്ലാവർക്കും അറിയാം, ഒരു CBI അന്വേഷണം എന്ന് പറയുമ്പോൾ ആ CBI അന്വേഷണത്തിന് വേണ്ടത് എന്തൊക്കെയാണ്? പിന്നെ സംസ്ഥാന സർക്കാർ ക്യാബിനറ്റ് കൂടി ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അതിനെ എന്തിനാ ഭയപ്പെടുന്നത്? ഞങ്ങൾ ആദ്യം പറഞ്ഞു CBIയുടെ ഒരു അന്വേഷണം തന്നെ വേണം എന്ന് പറഞ്ഞപ്പോഴാണ് കോടതിയുടെ ഇടപെടൽ വന്നു. കോടതിയുടെ നിയന്ത്രണത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചതാണ്. പക്ഷെ ആ അംഗീകരിച്ച് പോകുന്നു എന്ന് പറയുമ്പോഴും ഈ ഇടക്കാലയളവിൽ ഇത് ഒന്ന് പിന്നെ ഇതിൻ്റെ അന്വേഷണം കുറച്ച് മിതമായി പോയി. അത് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ഈ കഴിഞ്ഞ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി എല്ലാ ജില്ലകളിലും യാത്ര ചെയ്ത് പ്രചരണവുമായിട്ട് നടന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾ അന്ന് ഞാൻ തന്നെ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇനിയിപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഇനി അധികം വരും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ, ആ സമയത്ത് വേറെ ചില കഥകളൊക്കെ ഉണ്ടാക്കി വേറെ ചില വിഷയങ്ങളിലേക്ക് വഴി മാറ്റപ്പെട്ടു. അപ്പോൾ ആ വിഷയങ്ങളിലേക്ക് വഴി മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ ഗവൺമെൻറ് തയ്യാറായി. അപ്പം ഞങ്ങൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഇത് ഏതായാലും ഇപ്പോൾ തൽക്കാലം ഇതേക്കുറിച്ച് ഒരു അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒന്നും നടക്കില്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അത് അച്ചട്ടായി അത് നടന്നിരിക്കുന്നു. റിസൾട്ട് വന്നപ്പോൾ കടകംപള്ളിയെ പക്ഷെ അത് ആരും അറിഞ്ഞില്ലല്ലോ. കടകംപള്ളിയെ SIT വിളിച്ച് മൊഴിയെടുക്കുന്നു എന്നറിഞ്ഞത് എപ്പോഴാണ്? SIT മൊഴിയെടുത്തതിന് ശേഷം 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പുറത്ത് അറിയുന്നത്. അപ്പം രഹസ്യ സ്വഭാവത്തിൽ കടകംപള്ളിക്ക് അവിടെ പോകുവാനും അവിടെ മൊഴി കൊടുക്കുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിച്ചെന്ത് എന്നതിനെക്കുറിച്ച് പറയുവാനും ഒക്കെയുള്ള അവസരം ഒരുക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പം എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നോട്ടീസ് കിട്ടിയാൽ ആദ്യം ഞാൻ എല്ലാ മാധ്യമങ്ങളെ ഞാൻ അറിയിക്കും. എന്നെ ഇന്ന ദിവസത്തേക്ക് വിളിച്ചിട്ടുണ്ട്, അപ്പോൾ വിളിച്ചിട്ടുണ്ട്, ഞാൻ അവിടേക്ക് പോകും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങളെ കൂടി അതിനകത്ത് അന്വേഷണം ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ
വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, വരുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതല്ലെങ്കിൽ ഞാൻ അതിനു മുമ്പ് തന്നെ നിങ്ങളെ കണ്ടിരിക്കും എന്ന് ഞാൻ പറയുകയുണ്ടായി. എനിക്കൊന്നും ഭയപ്പെടാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര തൻ്റെടത്തോടു കൂടി കാര്യങ്ങൾ പറയുന്നത്. ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്ത രീതിയും അങ്ങ് പറഞ്ഞ പോലെ അത് പിന്നീടാണ് മാധ്യമങ്ങൾ അറിയുന്നത്. ഒക്കെ വെച്ച് നോക്കുമ്പോൾ കടകംപള്ളി പ്രതിപട്ടികയിൽ വരേണ്ട ആളാണ് എന്നുള്ളത് പ്രതിപക്ഷം ഒരുപോലെ പറഞ്ഞിരുന്നതാണ്. അതെ, സാക്ഷിയാക്കാൻ വേണ്ടിയാണോ? അല്ല, അതിപ്പോ അതിനകത്ത് ഈ ഏത് തരത്തിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് അതിനകത്ത് സാക്ഷിയാക്കുവാനാണോ, അതല്ല എങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അറിയാൻ വേണ്ടിയാണോ വിളിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായി നമുക്കിപ്പോൾ കൃത്യതയോടുകൂടി പറയാൻ പറ്റുന്നില്ല. കോടതിയുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ ഫയൽ ചെയ്യുന്ന കാര്യമാണ്. കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അങ്ങോട്ട് കടന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷെ എന്തായിരിക്കും അങ്ങയുടെ പിന്നാലെ ഇപ്പോൾ വ്യക്തിപരമായി തന്നെ അങ്ങയുടെ പേരെടുത്ത് പറയുന്നു. ഇപ്പൊ സോളാർ കേസ് മുതൽ തുടങ്ങിയതാണ്. സോളാർ കേസല്ല, ഞാൻ 96-ലാണ് ആദ്യം കോന്നിയിൽ മത്സരിക്കുന്നത്. 96 മുതൽ എൻ്റെ പിന്നാലെ കൂടിയിട്ടുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടി. 96-ൽ ഞാൻ അവിടെ ആദ്യം മത്സരിക്കുമ്പോൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഇന്ന് ജയിലിൽ കിടക്കുന്ന പത്മകുമാറാണ്. ആ പത്മകുമാർ ജയിലിൽ കിടക്കുന്നു ഇന്നിപ്പോഴും. അദ്ദേഹമായിരുന്നു എൻ്റെ എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് ഞാൻ കടന്നു വന്നത്. അതുമുതൽ ഇങ്ങോട്ട് എന്നെ നിരന്തരമായി ഏതൊക്കെ തരത്തിൽ വേട്ടയാടാൻ പറ്റും എന്ന് നിരീക്ഷണം നടത്തി അതിൻ്റെ പിന്നാലെ നടന്ന് ഈ പത്മകുമാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. പിന്നാലെ നടന്ന് ഏതൊക്കെ തരത്തിൽ എന്നെ കള്ളക്കേസിൽ കുരുക്കാൻ പറ്റും എന്ന് ആലോചിച്ച് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ 96 മുതൽ ഞാനിത് അനുഭവിക്കുകയാണ്. സോളാർ കേസൊക്കെ ഏറ്റവും അവസാനം വന്ന കേസാണ്. അതിനുശേഷം പിന്നെ അഴിമതി കേസ് വന്നു, വിജിലൻസ് കേസ് വന്നു. അതുകൂടാതെ തന്നെ അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു കേസ് ഏതെങ്കിലും തരത്തിൽ ഇവർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിരം സംവിധാനമാണ്. ഞാനിപ്പോൾ ഈ 5 തെരഞ്ഞെടുപ്പിൽ കോന്നി മത്സരിച്ചു, 2 തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് മത്സരിച്ചു. ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരൊരുക്കി തന്ന പല കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റും മറ്റും കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ എന്തൊക്കെ കേസുണ്ട് എന്ന് പത്രത്തിൽ പരസ്യം ചെയ്യണം. ആ പരസ്യങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ പേരിൽ വിജിലൻസ് കേസ് വന്നു. എന്താ, ഞാൻ ആരോടോ റേഷൻ ഹോൾസെയിൽ കൊടുക്കുന്നതിന് പണം ചോദിച്ചു എന്നുള്ളതാണ്. പണം വാങ്ങി എന്നുള്ളതല്ല, പണം ചോദിച്ചു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ 2006 അവസാനം ഇത് നിയമസഭ പിരിച്ചുവിടുന്നതിന് തൊട്ട് മുമ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് തലേ ദിവസം ബൈ ടെലഫോണിക് കോളിലൂടെ അന്നത്തെ വിജിലൻസ് DGP ആയിരുന്ന ശ്രീ സോമശേഖരൻ, എന്തോ അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ കണ്ടാണ് തോന്നുന്നത്, അദ്ദേഹത്തെ കൊണ്ട് അത് അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബൈ ടെലഫോണിക് കോളിലൂടെയാണ് ഒരു നിർദ്ദേശം കൊടുത്തു എൻ്റെ പേര് കേസെടുക്കാനായിട്ട്, വിജിലൻസ് കേസെടുക്കാൻ. ആ കേസ് മുതൽ ഇങ്ങോട്ട് ഞാൻ അതിന് മുമ്പും ഉള്ള കേസുകൾ ഓരോന്നും എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 96-ൽ വിജയിച്ചതിന് ശേഷം എനിക്ക് ആദ്യം ഉണ്ടായ ഒരു കേസ് എന്ന് പറയുന്നത് എൻ്റെ പത്തനംതിട്ടയിലുള്ള ഒരു സ്ഥാപനമുണ്ട്. ഞങ്ങൾ എല്ലാ സമയത്തും ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ആഘോഷങ്ങളും മറ്റ് ഇതുള്ള സമയത്ത് ആ സ്ഥാപനങ്ങളെല്ലാം എൻ്റെ അച്ഛൻ്റെ കാലഘട്ടം മുതൽ ഞങ്ങൾക്കുള്ള സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടതിന് ശേഷം മാത്രമാണ് അത് പിന്നീട് ഉള്ള ദിവസങ്ങൾ മാത്രമേ തുറക്കാറുള്ളൂ. അങ്ങനെ വന്ന ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരന് ഗേറ്റെല്ലാം അടച്ചു പൂട്ടി അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെല്ലാം അവരവരുടെ വീട്ടിൽ പോയി. ഇതിന് ശേഷം അവിടെ നോക്കുന്നതിന് വേണ്ടി ഒരു ജീവനക്കാരനുണ്ടായിരുന്നു. മൊത്തത്തിൽ അടച്ചിട്ടേക്കുന്ന ആരും ഇല്ലല്ലോ. അങ്ങനെ ഒരു ജീവനക്കാരനെ പിടിച്ചിട്ട്
ഒരു മദ്യം കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു. അയാൾ കൊടുത്ത് അയാളെ അവിടെ ഇരുത്തി പിന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസിനെ വിടുകയാണ്. പോലീസിനെ വിട്ട് പോലീസ് നോക്കിയപ്പോൾ ഇവിടെ ഇവര് പിന്നെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നു, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഞാനൊന്നും അന്വേഷിക്കാൻ പോയില്ല. പോയില്ല എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഒരു തെറ്റ് ചെയ്യാതെ എൻ്റെ കൂടെ നിൽക്കുന്നവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അവനെയും ചതിച്ചതാണ്. ചതിച്ചത് ഏത് തരത്തിലെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാകുമല്ലോ. അവനെയും ചതിച്ചതാണ്. ഒരു പാവപ്പെട്ടവനായിരുന്നു. അപ്പൊ പോയി ജയിലിൽ കിടന്നു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും എന്നെ ഈ കാര്യത്തിൽ ഒരു ശുപാർശയില്ല, ഒരു കാര്യവും പിന്നെ ആരോടും ചോദിക്കാനും ഞാൻ വരില്ല എന്ന്. അത് അന്ന് പത്മകുമാർ ലക്ഷ്യം വെച്ചിരുന്നത് എൻ്റെ പേരിലായിരിക്കും ഹോട്ടൽ. അപ്പോൾ അറസ്റ്റ് ചെയ്യണമല്ലോ. അതിന്റെ പിന്നില്. അപ്പോൾ 96 ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം അടൂർ പ്രകാശ് MLA പിന്നെ അറസ്റ്റ് ചെയ്യണം. അതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഈ ലൈസൻസ് ആരുടെ പേരിലെന്ന് നോക്കിയപ്പോൾ അമ്മയുടെ പേരില്ല. സത്യം പറയാം, ഞാൻ എൻ്റെ അമ്മയെ ഒളിവിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഞാൻ അനുഭവിച്ച കഥകളാണ് പറയുന്നത്. ഞാൻ അമ്മയെ ഒളിവിൽ പോയി കൊണ്ടുവന്ന് താമസിപ്പിച്ച് കോടതിയിൽ പിന്നെ ഇത് കൊടുത്ത് പുറത്തു വരികയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് അനുഭവിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുഭവിച്ചു. അത് ഇവരിലൂടെ ഇത്തരത്തിലുള്ള ഈ തന്ത്രപരമായി നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലൂടെയാണ് എനിക്ക് അത്തരം കാര്യങ്ങൾ നേരിടേണ്ടി വന്നത്. പക്ഷേ അത് നേരിട്ട് ഞാൻ പോകുന്ന അവസരത്തിലും എനിക്ക് ധൈര്യവും തൻ്റെ ഇടവും തന്നത് കോന്നിക്കാരാണ്. ഒരിക്കലും ഞാൻ ജീവിതത്തിൽ അവരെ മറക്കില്ല. അവരെനിക്ക് തന്ന ഒരു വലിയ കൈത്താങ്ങും അതുപോലെ തന്നെ അവർ നൽകിയ ഒരു പിന്തുണയാണ് എന്നെ വീണ്ടും വീണ്ടും അവിടെ നിൽക്കുവാനും അവിടെ മത്സരിക്കുവാനും എന്നെ എല്ലാ തരത്തിലും എന്നെ സഹായിച്ചതും അവരാണ്. ഞാൻ ആദ്യം 806 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എങ്കിൽ അതിനുശേഷം ഓരോ അവസരത്തിലും എനിക്ക് ഭൂരിപക്ഷം കൂടുതൽ വർദ്ധിപ്പിച്ച് കൊണ്ടുപോകാനുള്ള അവസരം കിട്ടി. ആ അവസരങ്ങളൊക്കെ കിട്ടുമ്പോഴും എൻ്റെ പിന്നാലെ ആളുകളുണ്ട്. ഏതൊക്കെ തരത്തിൽ എന്നെ കുരുക്കാൻ പറ്റും, എങ്ങനെയൊക്കെ കുരുക്കാൻ പറ്റും എന്ന് ശ്രമം നടത്തിക്കൊണ്ടിരുന്ന അങ്ങനെ ഒരുപാട് വിശ്വസിച്ചു. അങ്ങ് പക്ഷേ ഇടയ്ക്ക് ആറ്റിങ്ങലിലേക്ക് പോയി. ഇനിയിപ്പോ അത് 5 തവണ കോന്നിയിൽ MLA ആയിട്ട് വന്നു. ഇനിയിപ്പം വീണ്ടും ഒന്ന് വന്നൂടെ കോന്നിയിലേക്ക്? അല്ല, അതിപ്പോ എനിക്ക് അങ്ങനെ ഒരു തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കോന്നിക്കാർക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട്. ഞാനവിടെ മടങ്ങി എത്തണം എന്ന് അവർക്കൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഉണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല. അവിടെ ഉള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കോന്നിക്കാരെ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്ത കാര്യങ്ങളും ആ നാടിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ, ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നിയോജകമണ്ഡലമാക്കി മാറ്റാൻ എൻ്റെ കാലഘട്ടത്തിൽ, അവിടെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അതിനെനിക്ക് അവസരം കിട്ടിയ അവസരങ്ങളെല്ലാം ഞാനത് വിനിയോഗിച്ചു, കോന്നിക്കാർക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളത് സത്യാവസ്ഥയാണ്. പത്തനംതിട്ടയിൽ അങ്ങിപ്പോ കോന്നിയിൽ മത്സരിക്കുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ അങ്ങിപ്പോ UDF കൺവീനറാണ്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ അത് കോൺഗ്രസിന് വലിയ നേട്ടമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തുകൊണ്ട് ആലോചിക്കില്ല? അല്ല, അതെ, ഞാനല്ല ആ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് ആ തീരുമാനം എടുക്കുന്നത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനം എടുക്കും. ഞാനിപ്പോൾ പാർലമെന്റ് അംഗമാണ്. ആ പാർലമെന്റ് അംഗമായി ഞാൻ പ്രവർത്തിക്കുന്ന അവസരത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കണം എന്ന് എനിക്ക് അങ്ങോട്ട് ആവശ്യപ്പെടാൻ പറ്റില്ല. നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള അനുമതി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തരുന്നുവെങ്കിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ നല്ലൊരു മുന്നേറ്റം ഞങ്ങൾക്കവിടെ കൈവരിക്കുവാൻ കഴിഞ്ഞു. അതിനിപ്പോൾ എൻ്റെ മാത്രം ശ്രമമൊന്നുമല്ല, അവിടെയുള്ള ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആണെങ്കിലും അതുപോലെ അവിടെയുള്ള മുതിർന്ന നേതാക്കന്മാരാണെങ്കിലും എല്ലാവരും ഒരേ മനസ്സോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അവരവരുടെ സ്ഥലത്ത് ഏതൊക്കെ തരത്തിൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശ്രദ്ധ കൊടുത്തതിൻ്റെ
അടിസ്ഥാനത്തിലാണ് ആ വിജയങ്ങളൊക്കെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വിജയങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ കൂട്ടത്തിൽ കോന്നിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കെടുത്ത് നോക്കിയാൽ ഞങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പഞ്ചായത്തുകൾ പലതും ഞങ്ങൾ തിരിച്ചു കൊടുത്തു. എന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഈ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ എൻ്റെ ഒരു പഞ്ചായത്ത് മാറ്റിയിട്ട് കൂട്ടിച്ചേർത്ത് 5 പഞ്ചായത്ത് കൂട്ടിച്ചേർത്തു. അപ്പോൾ ആ 5 പഞ്ചായത്ത് കൂട്ടിച്ചേർത്തു എന്ന് പറയുമ്പോൾ 5 പഞ്ചായത്തും CPM-ന് ആധിപത്യം ഉണ്ടായിരുന്ന പഞ്ചായത്തുകളാണ്. അതിലെ ഒരു പഞ്ചായത്ത് ഒഴിച്ച് 4 പഞ്ചായത്തും CPM-ന് ആധിപത്യം ഉണ്ടായിരുന്ന പഞ്ചായത്താണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു, പിന്നെ പുതിയ ആൾ വന്നതിന് ശേഷം പഞ്ചായത്തുകൾ പലതും കൈവശം ഉണ്ടായിരുന്ന പഞ്ചായത്തുകൾ പലതും നഷ്ടപ്പെട്ടു. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കണമെന്ന് എനിക്കും ഒരു വാശി തോന്നി. കാര്യം ഞാൻ UDF കൺവീനറായിരിക്കുന്ന സമയത്ത് എൻ്റെ ജില്ലയിൽ തന്നെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി ഇന്ന റിസൾട്ട് ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല എന്നുള്ളത് കൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തുകളാണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തിൽ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. പക്ഷേ അത് പറയുമ്പോൾ ഞാനവിടെ മത്സരിക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുക്കും. ഈ കോന്നിക്ക് വേണ്ടിയിട്ട് അങ്ങ് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോഴേ എനിക്ക് പല പല സന്ദർഭങ്ങൾ ഓർമ്മയുണ്ട്. ഞാൻ വിളിച്ചൊരു സന്ദർഭം എന്ന് വെച്ചാൽ കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആനയ്ക്ക് വേണ്ടിയ കോന്നി സുരേന്ദ്രനെ കുങ്കിയാനയാക്കിയാണെങ്കിൽ എനിക്ക് പകരം ആനയെ വേണം എന്ന് പറഞ്ഞിട്ട് അവര് അത് ഉറപ്പ് തരികയാണെങ്കിൽ മാത്രമേ ആനയെ ഞാൻ വിട്ടുകൊടുക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചത് എനിക്ക് വാശി പിടിച്ചു. എൻ്റെ പേരിൽ കേസ് ഉണ്ടായിരുന്നു. 1-ാം പ്രതി ഞാനായിരുന്നു. പക്ഷേ സുരേന്ദ്രനെ കൊണ്ടുപോയപ്പോൾ പോകുന്നതിന് മുമ്പ് അവിടെ ആനയെ കൊണ്ടുവന്നു. പക്ഷേ സുരേന്ദ്രൻ്റെ സാന്നിധ്യവും മറ്റും ജനങ്ങൾക്ക് അത് വലിയ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിപ്പോൾ സുരേന്ദ്രൻ ഇപ്പോൾ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. മുത്തങ്ങയ ഉണ്ടെന്നാണ്, കുങ്കിയാന എന്നുള്ള നിലയിൽ മുത്തങ്ങയ ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ വാശി പിടിക്കാനുള്ള കാര്യം വേറെ ഒന്നുമല്ല. ഇപ്പം എനിക്കിപ്പോൾ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആനയെ അവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു. അപ്പം ഗവൺമെൻറ് തീരുമാനമെടുത്തപ്പോൾ അവിടെയുള്ള എക്കോ ടൂറിസം പദ്ധതിയിൽ വലിയൊരു അട്രാക്ഷൻ ആയിരുന്നു സുരേന്ദ്രൻ. ആ സുരേന്ദ്രനെ അവിടെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് സത്യത്തിന് കയറ്റിയ വണ്ടിയുടെ മുമ്പിൽ കിടന്ന ആളാണ് ഞാൻ. 1-ാം പ്രതിയായിരുന്നു. 1-ാം പ്രതിയായി ഞാൻ കോടതിയിൽ അതെ 1-ാം പ്രതിയായി ഞാൻ കോടതിയിൽ എത്രയോ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം കേസൊക്കെ നടന്നു. അവസാനം കേസ് വെറുതെ വിട്ടു. അങ്ങനെ കേസുകൾ പലതും വെറുതെ വിട്ടു. സോളാർ കേസ് എന്തായി? സോളാർ കേസ് അന്നേ തീർന്നില്ലേ? അത് ഈ സോളാർ കേസിന് വഴി ഒരുക്കിയവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ ഇത് എന്താണ് എന്ന്. ഇപ്പോൾ സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങൾ സത്യവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഞാൻ ഇവരെ ടെലിഫോണിൽ കൂടി വിളിച്ചു എന്ന് പറയുന്ന സത്യാവസ്ഥയാണ്. ഞാൻ എല്ലായിടത്തും പറഞ്ഞു ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. അത് പറഞ്ഞു എന്ന് പറയുന്നത് വിളിച്ച് എന്തിനു വേണ്ടിയാണ്? എൻ്റെ നാട്ടിൽ നിന്നും ഞാനത് മന്ത്രിയായിരിക്കുക, എൻ്റെ നാട്ടിൽ നിന്നും പണം അടിച്ചുകൊണ്ട് പോയത് ആ പണം തിരികെ കൊടുക്കണമെന്ന് ഇവരെ വിളിച്ച് ഫോണിൽ സംസാരിച്ചു എന്നുള്ളത് സത്യാവസ്ഥയാണ്. ഞാൻ അത് എല്ലായിടത്തും പറഞ്ഞു. CBIയുടെ അന്വേഷണം വന്നല്ലോ, അല്ല അവരുടെ അന്വേഷണം വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഇത് വിളിച്ചിട്ടുണ്ട്, വിളിച്ച സത്യാവസ്ഥയാണ്, ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് വിളിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീട്ടുകാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവരെ പോയി നിങ്ങൾ അന്വേഷണം നടത്തുക. പക്ഷേ ഇത്തരം ആരോപണം നേരിടുമ്പോഴേ പ്രത്യേകിച്ചും ഇതുപോലൊരു കേസുകളിൽ ആരോപണം നേരിടുമ്പോൾ കുടുംബം ഒക്കെ എങ്ങനെയാണ്? അല്ല, കുടുംബം എന്നോടൊപ്പം ഈ യാഥാർത്ഥ്യങ്ങളും മറ്റും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ അവസരത്തിലും എന്നോടൊപ്പം. കുടുംബം എന്തായാലും എനിക്ക് വലിയ കൈത്താങ്ങ് തന്നു എന്നുള്ളത് കൊണ്ട് ആണ് ഇത്രയും നാൾ എനിക്ക് മാനസികമായിട്ടുള്ള ഒരു തകർച്ച ഉണ്ടാകുന്ന അവസരത്തിൽ പോലും എനിക്ക് വേണ്ടുന്ന കൈത്താങ്ങ് അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴും കിട്ടുന്നുണ്ട്. UDF കൺവീനർ ആയ ശേഷം എങ്ങനെയുണ്ട്? UDF കൺവീനർ എന്ന് പറയുന്ന ഒരു പദവി എങ്ങനെയുണ്ട്? അങ്ങ് മന്ത്രിയായിരുന്നു, പക്ഷെ ഇത് വേറൊരു പോസ്റ്റ് ആണല്ലോ. അല്ല, അത് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഒരു
എല്ലാ സോഷ്യൽ ഓർഗനൈസേഷൻസ്, ആ സോഷ്യൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു പിന്തുണ UDF ലഭ്യമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ UDF കൺവീനറായതിനു ശേഷം ഞാൻ ഈ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഉള്ള മിക്കവാറുമുള്ള സോഷ്യൽ ഓർഗനൈസേഷനുമായൊക്കെ പരമാവധി ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെ പരമാവധി പോയി നേരിട്ട് കണ്ട് അവരോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവരോട് പോയി മറ്റു കാര്യങ്ങളിൽ ഒരു നല്ല വർത്തമാനം പറയുക എന്നുള്ള ഒരു രീതി ഞാൻ അവലംബിച്ചിട്ടുണ്ട്. അതിപ്പോഴും നടക്കുന്നുണ്ട്. സോഷ്യൽ ഓർഗനൈസേഷനെ കൂടി കൂട്ടി നിർത്തിക്കൊണ്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഞങ്ങൾ ആവിഷ്കരിച്ചത്. അതാണ് ഞങ്ങൾക്ക് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇത്രമാത്രം വലിയ ഒരു വിജയം കൈവരിക്കാൻ നിങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല എങ്കിലും ഒരു വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അല്ലാതെ ഈ സോഷ്യൽ ഓർഗനൈസേഷന്റെ പിന്തുണ എന്ന് പറയുമ്പോഴേ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു അത്തരം രാഷ്ട്രീയ ചെറ്റത്തരങ്ങൾക്ക് ഞങ്ങളില്ല എന്ന്. വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി, അങ്ങനെ വെൽഫെയർ പാർട്ടി, അവരൊക്കെ ആയിട്ട് UDF ഈ സോഷ്യൽ ഓർഗനൈസേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അല്ല, അത് CPM സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു കാഴ്ചപ്പാട്, അവർക്ക് എപ്പോൾ ഇവരുടെ പിന്തുണ കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ നല്ലവരാണ്. ആ പിന്തുണ അവരിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് വന്നാൽ അവരെ മോശക്കാരനാക്കുവാനും ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ മുഖ്യമന്ത്രി സ്വീകരിക്കാനും തയ്യാറാകും എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ചെറ്റത്തരങ്ങൾക്ക് പോകുന്നില്ല എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണെന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റി എന്ന് പറഞ്ഞ് CPI ആയിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട് കാണും. എന്താണ് അതിൽ അഭിപ്രായം? എനിക്ക് ഒരു അഭിപ്രായം അതേക്കുറിച്ച് പറയാനില്ല. ഞാൻ അത്തരം കാര്യങ്ങളിലൊന്നും അഭിപ്രായം, ഞാൻ വെള്ളാപ്പള്ളിയുടെ പ്രതികരണങ്ങൾക്ക് തിരുത്തപ്പെടേണ്ടതാണെന്ന് K. മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അല്ല, അത് മുരളീധരൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ അഭിപ്രായം പറയാറുള്ളൂ. എനിക്ക് അത്തരത്തിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനത് തുറന്നു പറയും. മുരളീധരൻ പറയും, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹം പറയും. അല്ലാതെ അദ്ദേഹം പറഞ്ഞതിനെ തിരുത്തുവാനോ അല്ലെങ്കിൽ മുരളീധരൻ പറഞ്ഞതിനെ തിരുത്തുവാനോ ഒന്നും അടൂർ പ്രകാശിനെ കിട്ടത്തില്ല. ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡുണ്ട്, അതിൽ ഞാൻ ഉറച്ചു നിൽക്കും. അതെന്താണ്? എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകും. അത് SNDP ആയാലും ഇപ്പുറത്ത് ആരായാലും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇപ്പം ആരെയും പിണക്കി മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി ഒരു ശത്രുവാക്കി കാണുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഒരു പോളിസി. UDF സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരു മിത്രങ്ങളായി കണ്ടുകൊണ്ട് അവരെ ഏതൊക്കെ തരത്തിൽ നമ്മളിലേക്ക് അടുപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് UDF ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. വേണമെങ്കിൽ അങ്ങേക്ക് പ്രതികരിച്ച് സ്വയം രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അത് അങ്ങ് മാറി നിന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത് പിന്നീട് തിരുത്തേണ്ടി വന്ന പോലെ, ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്ന ശേഷം ആ ഒരു അനവസരത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ തോന്നുന്നു. കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്തു. ഞാൻ പണ്ട് കോന്നിയിലെ MLA ആയിരുന്നു എന്ന് പറയുന്നത് പോലും അപമാനമാണ് എന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. Chapter 4. A chapter with endless stories.